ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് R = റോ എൽ ബൈ എ. എല് കണ്ടക്ടറിൻ്റെ നീളമാണ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് ഫേസിൻ്റെ ഏരിയയാണ്. ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് റോ എന്നാണ്. റോയുടെ പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. റെസിസ്റ്റിവിറ്റി നോട്ട് നോക്കണം. റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ആ വയർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണോ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോപ്പർ വയർ ആണെങ്കിൽ കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്, അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ ഈ ഫോർമുലയ്ക്കകത്തുനിന്ന് നമുക്ക് റോ കണ്ടുപിടിക്കുന്ന ഫോർമുല ഉണ്ടാക്കിയെടുക്കാം. റോ = ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ R × A, പിന്നെ കൂടെ നിൽക്കുന്ന ആളെങ്ങോട്ട് പോവും? താഴോട്ട് പോവും. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല എഴുതിയാൽ തന്നെ നമുക്ക് 1 മാർക്ക് അവിടെ കിട്ടും. ഇനി ഇതിനകത്തുള്ളത് റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റാണ്. ഇതെല്ലാം നിരന്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പരീക്ഷയ്ക്ക് നിങ്ങൾ കാണാതെ എഴുതിയാൽ മതി. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്, ലെങ്ത് അളക്കുന്ന യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ ഒരു മീറ്ററും കൂടെ ക്യാൻസൽ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓം മീറ്റർ എന്ന് കിട്ടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ശ്രദ്ധിക്കുക. അതേപോലെ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്. കഴിഞ്ഞ ദിവസത്തെ നോട്ട് നിങ്ങൾ നോക്കിയാൽ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്. ml² T⁻³ A⁻² എന്നാണ്. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ml³ ഇത്ര വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. T⁻³ A⁻² എന്ന് തന്നെയാണ് ഇവിടെ വരുന്നത്. വ്യത്യാസം ഇവിടെയാണ്, ml³. അപ്പോൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ മറ്റതും എഴുതാം, റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും. ഇനി റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്താണ് ഫോർമുല? അപ്പോൾ ഫോർമുല റോ = RA/L എന്നാണ്. RA/L എന്നാണ് ഫോർമുല. അപ്പോൾ റെസിസ്റ്റിവിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യാം. നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ഭാഗത്തിൻ്റെ ഏരിയ അത് 1 ആണെന്ന് എടുക്കാം. അതേപോലെ എടുക്കുന്ന കണ്ടക്ടറിൻ്റെ നീളവും എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതും 1 ഇതും 1, 1/1 1 ആണല്ലോ. അപ്പോൾ റോ = നമുക്ക് എന്ത് കിട്ടും? R എന്ന് കിട്ടുന്നു. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ആ റെസിസ്റ്റൻസിൻ്റെ നീളം യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 1 അതിൻ്റെ ലെങ്ത് യൂണിറ്റ് ആയിരിക്കണം, 1 ആയിരിക്കണം. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൻ്റെ എൻഡ് ഭാഗത്തിൻ്റെ ഏരിയയും എന്തായിരിക്കണം? യൂണിറ്റ് ഏരിയ ആയിരിക്കണം. അപ്പോൾ അതാണ് ആ നോട്ട് ബുക്കിനകത്ത് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഫോർമുല എഴുതിയാലും നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. അതേപോലെ യൂണിറ്റ് ശ്രദ്ധിക്കണം, ഓം മീറ്റർ. പിന്നെ ഇതും വല്ലപ്പോഴുമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ ഫോർമുലയിൽ റെസിസ്റ്റിവിറ്റി RA/L എന്നൊക്കെ വരുന്നു. പക്ഷേ റെസിസ്റ്റിവിറ്റി ഒരു വയറിൻ്റെ ഏരിയയോ അല്ലെങ്കിൽ ലെങ്തിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. റോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നിനെ മാത്രമാണ്, ആ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ കോപ്പർ ആണെങ്കിൽ ആ കോപ്പറിന് റോയ്ക്ക് ഒരു പ്രത്യേക വില കാണും. ആ കോപ്പർ വയറിൻ്റെ നീളം കൂടിയാലും വണ്ണം കൂടിയാലും കുറഞ്ഞാലുമൊക്കെ റോയുടെ വില എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. അത് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വെള്ളത്തിൻ്റെ ഡെൻസിറ്റി സെയിം ആണ് എന്ന് പറയുന്ന പോലെ റെസിസ്റ്റിവിറ്റി ആ വസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് ആശ്രയിക്കുന്നത്. സ്വഭാവത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അപ്പോൾ അത് പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യമാണ്. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ
മെറ്റീരിയൽ, അല്ലാതെ നീളത്തെയോ ഏരിയയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി അതേപോലെ 12ാമത്തെ ഒരു ചോദ്യമാണ് ഈ റെസിസ്റ്റിവിറ്റിയും അതേപോലെ മറ്റൊരു പുതിയ ആളാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് റിലാക്സേഷൻ ടൈം. നോട്ട് നോക്കിയാൽ കാണാം. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ടോ എന്ന് പറയുന്ന വാക്കിന് ഉപയോഗിച്ച സാധനമാണിത്. പക്ഷേ ഇപ്പോൾ ഇവിടെ റിലാക്സേഷൻ ടൈമാണ്. ഇപ്പോൾ റെസിസ്റ്റിവിറ്റി എന്തെന്ന് നമ്മൾ കണ്ടു. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റലിൽ കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസ് നിരന്തരം കൊളീഷനിൽ ഏർപ്പെടുന്നു. തുടർച്ചയായ 2 കൊളീഷൻ്റെ ഇടയ്ക്ക് ഉള്ള ആ ടൈം ഇൻ്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ്. അപ്പോൾ നിരന്തരം കൂട്ടിയിടിക്കുകയാണ്. അപ്പോൾ 2 തുടർച്ചയായിട്ടുള്ള കൂട്ടിയിടികൾക്കിടയ്ക്ക് ഉള്ള ആ ടൈം ഇൻ്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫോർമുല ഒന്ന് നോക്കി വെച്ചാൽ മതി. ഞാനത് എങ്ങനെ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കാം. നമുക്ക് ആ ഫോർമുലയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. റോ = m/n(e²) ടോ. ഇതാണ് അതിൻ്റെ ഫോർമുലയെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി എന്ന് നമ്മൾ പറയും. അതായത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തെ പിന്നെ അതിൻ്റെ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നോട്ട് നമ്മൾ നോക്കിയാൽ ആ 7ാമത്തെ ചോദ്യത്തിനകത്ത് I = NeAVD എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോട്ട് ബുക്ക് നോക്കുക. അതിനകത്ത് സ്മോൾ n = നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ബൈ ടോട്ടൽ വോളിയം. ലെങ്ത് അല്ല, സോറി, ടോട്ടൽ വോളിയം. അതാണ് വോളിയമാണ്. നമ്പർ ഡെൻസിറ്റി എന്നാണ് അതിന് പറയുന്ന പേര്. ലെങ്ത് അല്ല, സോറി, ടോട്ടൽ വോളിയം. അപ്പോൾ അതാണ് എൻ. പിന്നെ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് ബുക്കിനകത്ത് ഇല്ലാത്തൊരു കാര്യം നമുക്ക് നോക്കുമ്പോൾ റോയും അല്ലേ ടോയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. കണ്ടോ, ഒന്ന് മുകളിലും ഒന്ന് താഴെയാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുകയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ 13ാമത്തേലാണ് ചില വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നു. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കറണ്ട് നന്നായിട്ട് കടത്തിവിടുന്ന ആൾക്കാരാണ് കണ്ടക്ടർ, അല്ലേ? അപ്പോൾ ആ കറണ്ട് നന്നായിട്ട് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് ജി എന്ന് കൊടുക്കുന്നു. G = 1/R എന്ന് പറയും. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് കടത്തിവിടാത്തതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുന്തോറും കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. കൂടുതൽ നന്നായിട്ട് കറണ്ട് കടന്ന് പോകും. അതുകൊണ്ടാണിത് ഇൻവേഴ്സ്ലി വരുന്നതിൻ്റെ കാരണം. എൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഓം റൈസ് ടു -1. കാരണം ഇതാണല്ലോ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ 1/Ω വരും, അല്ലേ? അപ്പോൾ അത് ആ ഓം മേലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഓം റൈസ് ടു -1 എന്ന് പറയുന്നു. താഴെയുള്ള ആളല്ലേ, മേലോട്ട് പോകുമ്പോൾ റൈസ് ടു -1 എന്ന് പറയുന്നു. ഈ ഓം റൈസ് ടു -1 പറയുന്ന മറ്റൊരു പേരാണ്, അതിനെ തിരിച്ചിട്ടാൽ മതി, മോ എന്ന് പറയുന്നത്. MOHO തിരിച്ചിടുക, MHO. രസകരമായൊരു വാക്കാണ്. അതേപോലെ മറ്റൊരു വാക്കാണ്, നോട്ട് ബുക്കിൽ നോക്കാം, കണ്ടക്ടിവിറ്റി. കറണ്ട് കടത്തിവിടാനുള്ള കഴിവിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്ന പേര് സിഗ്മ എന്നാണ്. സിഗ്മ = 1/ρ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്തോറും കണ്ടക്ടിവിറ്റി കുറയും. റെസിസ്റ്റിവിറ്റി കുറയുന്തോറും കണ്ടക്ടിവിറ്റി കൂടും. റെസിസ്റ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് കറണ്ടിനെ പ്രതിരോധിക്കുന്നതിൻ്റെ അളവ് കൂടുന്നതാണ്. അപ്പോൾ കറണ്ടിന് വരാൻ പ്രയാസമാണ്. അപ്പോൾ അത് നന്നായിട്ട് കറണ്ട് കടത്തി വിടത്തില്ല. അപ്പോൾ ഇതാണ് ഈ സംഭവം. ഇനി സിഗ്മയുടെ യൂണിറ്റ് എന്താണ്? അപ്പോൾ 1/, അല്ലേ, റോ. റോയുടെ യൂണിറ്റ് നേരത്തെ പഠിപ്പിച്ചു. ഓം മീറ്റർ എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് മേലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1 നമുക്ക് എഴുതാൻ സാധിക്കും. ഓം റൈസ് ടു -1 വിളിക്കുന്ന മറ്റൊരു പേരാണ് മോ, അല്ലേ? MOMHO. അപ്പോൾ മോ എന്ന് എഴുതാം, മീറ്റർ റൈസ് ടു -. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ കറണ്ട് ഡെൻസിറ്റി, അത് നമ്മൾ 2ാമത്തെ 3ാമത്തെ ക്വസ്റ്റിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ അന്ന് നമ്മൾ പഠിപ്പിച്ച ഫോർമുല J = I/A എന്നാണ്. അത് നിങ്ങൾ നോട്ട് ബുക്കിനകത്ത് പിന്നീട്
കറണ്ട് ഡെൻസിറ്റി പഠിപ്പിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് കറണ്ട് ഡെൻസിറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ J=I/A, കറണ്ടിനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ ജെ കണ്ടുപിടിക്കുന്ന മറ്റൊരു ഫോർമുലയാണ് സിഗ്മ വെക്റ്റർ ഇ എന്ന് പറയുന്നു. സിഗ്മ വെക്റ്റർ ഇ എന്ന് പറയുന്നു. വെക്റ്റർ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. സിഗ്മ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പഠിപ്പിച്ച സാധനമാണ്. സിഗ്മ ഇതാണ്, കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്, അതാണ് ജെ എന്ന് പറയുന്നത്. അത് മറ്റൊരു ഫോർമുലയാണ്. ഇതൊക്കെ ഓരോ മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കും ചോദിച്ചുള്ള ചോദ്യം. അതേപോലെ മൊബിലിറ്റി എന്നാണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാനുള്ള കഴിവാണ്. ആ ഫ്രീ ഇലക്ട്രോൺസിന് സഞ്ചരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റിയും പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. μ=E/m. ദിസ് ഈസ് ദ ഫോർമുല, E/m. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോണാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കി വയ്ക്കണം. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്കിനൊക്കെ കിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, നോട്ട് നന്നായിട്ട് നോക്കുക, എന്നിട്ട് പഠിക്കുക.